നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇത് കാർഡ്സ് എടുക്കുന്നുണ്ട് ഞാൻ, പക്ഷെ ഇവിടെ വീണു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇന്ന് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അധികം കോണ്ടാക്ട് ഇല്ല, സംസാരമില്ല, കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ അവരുടെ അകൽച്ചയുടെ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ, ഓരോ സമയത്ത് ഓരോന്നായിരിക്കുമല്ലോ കിട്ടുക അല്ലേ. നോക്കാം നമുക്ക്. ഇപ്പോൾ അവരുടെ അകൽച്ചയുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്. ടോട്ടൽ സെപ്പറേഷൻ ആവണമെന്നില്ല, ഓക്കെ, നോ കോണ്ടാക്ട് ആവണമെന്നില്ല, പക്ഷെ എന്നാലും കുറവ് സംസാരിക്കുന്നു, അധികം ഓപ്പൺ ആയിട്ടില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് കോണ്ടാക്ട് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ റീസൺ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരെ തടസ്സപ്പെടുത്തുന്നത്, എന്താണ് ബ്ലോക്കേജ് ഇവിടെ, ഓക്കെ, അവർ അകൽച്ചയുടെ കാരണം എന്താണ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, കിസ്സസ് ഉണ്ട്, ഓക്കെ, കീസ് ഓൺ എ റിംഗ്, അഡിക്ഷൻ, mirror, Cupid's arrow, palm tree, date, mask, I like you, healthy choices and abundance. ആക്ച്വലി എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടല്ല ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വലിയ നെഗറ്റീവ് അല്ല വന്നത്, അതുകൊണ്ട് ഇപ്പം എന്താ, ഓക്കെ, 1-2 നെഗറ്റീവ് കാർഡ്സേ ഉള്ളൂ. എനിവേ നമുക്ക് പറയാം. പേഴ്സൺ ശരിക്കും നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് അവർക്ക്. ഓക്കെ, അതായത് അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് നിങ്ങളോട്. ഐ ലൈക്ക് യു എന്നുണ്ട് ഇവിടെ, കിസ്സസ് എന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ക്യൂപിഡ്സ് ആരോ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ് എന്ന സർപ്രൈസ് ഇൻവിറ്റേഷൻ ഓർ മീറ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഐ ലൈക്ക് യു എന്ന് പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ട്. ചിലവർക്ക് നിങ്ങൾ പുതിയതായിട്ട് മീറ്റ് ചെയ്ത ആരെങ്കിലും ആയിരിക്കും, അധികം കാലമായിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊന്ന് ഈ ഇഷ്ടത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്സിലായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അങ്ങനെയും പറയാം ചിലവർക്ക് കേട്ടോ, കുറച്ച് പേർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് നല്ല ഡീപ്പൻ ആയിട്ടുണ്ട് അവരുടെ റിലേഷൻഷിപ്പ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിലവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെൽത്തി ചോയ്സസ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയാം. ഇവിടെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നത് കീസ് ഓൺ എ റിംഗ് എന്നാണ് പറയുന്നത്. വേറെ ഓപ്ഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഉണ്ടാവാം. അതിപ്പോൾ തേർഡ് പാർട്ടി ആവാം, ഫാമിലി ആവാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾസ് തന്നെ ലൈക്ക് വേറെ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്നവരാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ജോലി, കരിയർ, എന്തും പറയാം ഇവിടെ. ഓക്കെ, എന്ത് കാര്യം നമുക്ക് എടുക്കാം ഇവിടെ. ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഫ്രണ്ട്സിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെയും ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് അവർ കുറച്ചൊന്ന് നിങ്ങളോട് അടുക്കാത്തത് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അഡിക്ഷൻ ഉണ്ട്, കോഡിപെൻഡൻറ്റ്, ഒബ്സഷൻ, പൊസിഷൻ, കൺട്രോളിങ്, ഹാസ് ബ്ലോക്ക്, റിസ്ട്രെയിൻറ്റ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കോഡിപെൻഡൻ്റ് ആയി പോകുന്നുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ വല്ലാതെ ലൈക്ക് പിന്നാലെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് അവർ ഇറിറ്റേറ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അവരൊന്ന് മാറിയതായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അവരോടുള്ള ഒരു അഡിക്ഷൻ എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വല്ലാതെ അവരെ ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അവർക്ക് പൊസസീവ് ആവുന്നു നിങ്ങൾ. അതായത് അവരിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൊസസീവ്നെസ് വരാം. ഓക്കെ, ആ രീതിയിലൊക്കെ ഫാമിലി ഉണ്ടാവാം. അപ്പോൾ ഫാമിലി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളപ്പോൾ അവർ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി പോവാം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഡിസ്റ്റൻസ് വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ആൻഡ് ഇവിടെ മിറർ ഉണ്ട്, മിററിങ് ഈച്ച് അതർ, സെൽഫ് ഇമേജ്, റിലേഷൻഷിപ്സ്, റിഫ്ലക്റ്റ് അവർ വൂൺസ്. ഓക്കെ, ഇത് നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ആ പേഴ്സൺ വിട്ടുപോവോ എന്നുള്ള പേടി ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് ഇവർക്കും എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടോ എന്നുള്ള ആ ഡൗട്ട് വരിക. അങ്ങനെയൊക്കെ വരുന്നതാണ് അവരും ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ. നിങ്ങൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ കൊണ്ടുവരാതിരിക്കാന്ന്. ഓക്കെ, ഫാമിലിയുടെ കൂടെയാണ്, മാരീഡാണ്, പ്രത്യേകിച്ച് മാരീഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പാരൻസ് ഉള്ളവർ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവർ, ഈവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ അവർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേക്കും ഇൻസെക്യൂർ ആവരുത്. ഓക്കെ, അതായത് ഇവർ എൻ്റെ അടുത്ത് അകന്ന് പോവാണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങരുത്. ഓക്കെ, ചില സിറ്റുവേഷനിൽ യെസ് ആവാം, ജലസ് ആവാം, പോസിറ്റീവ് ആവാം, ബട്ട്
മാക്സിമം അതിനെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവർക്ക് അവരൊരു ലൈഫ് ഉണ്ടെങ്കിൽ ശരി എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ഫ്രീ മൈൻഡോടെ അവരായിട്ട് ഇങ്ങോട്ട് വരുന്നതല്ലേ ഒരു രസം അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കുക. അങ്ങനത്തെ അഡിക്ഷൻസ് നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആയി പോകുന്നുണ്ട് ഒരുപാട്. ആ പേഴ്സൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടും ചിലവർ മാറിപ്പോവും. ഓക്കെ, അവർക്ക് ഇഷ്ടമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അഡിക്ഷൻ, പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ പേടികൾ തന്നെയാണ് ആ പേഴ്സൺ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ചില ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. എന്നെക്കാൾ ബെറ്റർ വേറെ ആരെങ്കിലും ചൂസ് ചെയ്യുമോ എന്ന നിങ്ങളുടെ തോന്നൽ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താവും, തേർഡ് പാർട്ടി വരും. ഓക്കെ, ഇത് ശരിക്കും അങ്ങനെ ഒരു ഇതാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് അപ്പുറത്ത് നടക്കും എന്ന രീതി നമ്മൾ മനസ്സിലാക്കൂ നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഓക്കെ, അവർക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് അവർ നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് പോകും എന്നുള്ള പേടിയായിരിക്കും ചിലവർക്ക്. അങ്ങനെയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിക്കും സ്റ്റേബിൾ ആവും എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, അത് സ്റ്റേബിൾ ആവും, ബെറ്റർ ആവും. ഇവിടെ ഡേറ്റ് എന്ന് കാണുന്നുണ്ട്, മീറ്റിംഗ് സമ്മൺ ന്യൂ, ഡേറ്റിംഗ്. ഞാൻ എന്താ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിനെ അധിക കാലമായിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ടാവും. ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി മനസ്സിലാക്കുക. ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, അവർ എങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെയൊക്കെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ, നമ്മളെ പോലെ ആവില്ല മറ്റുള്ളവർ അല്ലേ. അപ്പോൾ കുറച്ചുകൂടി നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക, ആ പേഴ്സണിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ മേ ബി ഇനിയിപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾ അറിയുന്നവരാണെങ്കിലും, ഓക്കെ, അങ്ങനെയാണെങ്കിലും ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒന്നുകൂടി പരസ്പരം ഒന്ന് അറിയേണ്ടതുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഹെൽത്തി ചോയ്സസ്, മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ഇൻ ലവ് ആൻഡ് ലൈഫ്, ലവ്, സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് ഡിപ്പെൻഡായി പോവാതിരിക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ വേറെ ആളുടെ സ്നേഹം നിങ്ങളെ സന്തോഷിപ്പിക്കുള്ളൂ. ഓക്കെ, ഇതാണ് സെൽഫ് ലവിൻ്റെ കാര്യം നമ്മൾ പറയാറ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, പേഴ്സണിന് ഇഷ്ടമുണ്ട് നിങ്ങളോട്. ഓക്കെ, പക്ഷേ ചില കാര്യങ്ങളാണ്, ഒന്ന് അവർ വേറെ ഓപ്ഷൻസ് അവർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവർക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വേറെ ഓപ്ഷനിലേക്ക് പോവോ? ഇല്ല, ഒരിക്കലും പോവില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു മെച്യൂർ ലെവലിൽ നിൽക്കുക, നിങ്ങളൊരു മെച്യൂരിറ്റി കാണിക്കുക, പേഴ്സണോട് പോസസീവ് ആവാതിരിക്കുക. ഓക്കെ, വളരെ നിങ്ങൾ ആദ്യം സ്റ്റേബിൾ ആവുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അവനവനെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം കൂടി കാണുന്നുണ്ട്. പേഴ്സണിന് സ്നേഹമൊക്കെ ഉണ്ട്, ഇഷ്ടമൊക്കെ ഉണ്ട്. ഓക്കെ, അവർ അകൽച്ച വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലവർക്ക് തേർഡ് പാർട്ടി, ഇനിയിപ്പോൾ അവർ ഓൾറെഡി മാരീഡ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങളവിടെ പോസിറ്റീവ്നെസ് ഒക്കെ കാണിക്കുമ്പോൾ അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. ചിലവർക്ക് ജോലിയുടെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ അബൻഡൻസ് കാണുന്നുണ്ട്. ചിലവർക്ക് ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ആയിരിക്കാം. 2-3 സിനാരിയോ ആണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ആൻഡ് ഇവിടെ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, മീറ്റ് ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ എന്തോ കണ്ടു അല്ലേ ഇടയിൽ കൂടി. യെസ്, മീറ്റ് ചെയ്യാൻ വിളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് എനിക്ക്. സെപ്പറേഷൻ, യെസ്, ഇപ്പം നിങ്ങൾ തമ്മിൽ നോട്ട് ഇനഫ്, ഹാർട്ട് വിത്ത് എ കീ. ഓക്കെ, ഇവിടെ അഗെയിൻ ഇവിടെ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. ഓക്കെ, പോട്ടെ. സെപ്പറേഷൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ലേശം സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുണ്ട്, ബട്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെ തിങ്കിങ് അബൌട്ട് യു, ഏർണിംഗ് ഫോർ യു. ഓക്കെ, അവർക്ക് പക്ഷെ അറിയുന്നില്ല ഈ റിലേഷൻഷിപ്പ് എന്താ മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല. അവർക്ക് മിസ്സിങ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഇല്ല ദാറ്റ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതാണെന്നും അല്ലെങ്കിൽ ആ പേഴ്സണിന് സ്നേഹം ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എവിടേക്കോ. ഓക്കെ, അത് അവർക്ക് ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കാണുന്ന ബ്ലോക്കേജസ് ആയിട്ട്. ആൻഡ് ഇവിടെ ഹാർട്ട് വിത്ത് എ കീ, യെസ്, നിങ്ങൾ വെൽക്കമിങ് ലവ്, മീറ്റിംഗ് ദ വൺ, ഓപ്പൺ യുവർ ഹാർട്ട്, ഗെറ്റിംഗ് ടുഗെദർ, പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അവരുടെ ഹാർട്ടിൻ്റെ കീ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്, അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് നിങ്ങളോട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് ഒന്ന് നിങ്ങളുടെ കോഡിപ്പെൻഡൻസ് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നൊന്ന് യെസ്, അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നിങ്ങൾ തീരുമാനം എടുക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് കൺഫേം ആണെങ്കിൽ, ഉറപ്പാണെങ്കിൽ അവിടെ നിങ്ങൾ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരണം. അപ്പോൾ ഇവിടെ 2 സിനാരിയോ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പറിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ,
പക്ഷെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിൽക്കുക. അത് അപ്പോൾ അവിടെ ആ പോസിറ്റീവ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുകയും വേണം. ഓക്കെ, അവരെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യാം. അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒരാൾ മെസ്സേജസ് കൂടെ എടുത്തേക്കാം. എന്താണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നോക്കാം. ആക്സലറേറ്റഡ് മോഷൻ. ഓക്കെ, നിങ്ങളുടെ ഓക്കെ പറയാം ഞാൻ. ഇത് 8 of Wands ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലൈറ്റ് ഉണ്ട്, വെരി ഗുഡ്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്, നൈസ്. ഡിസ്റപ്ഷൻ, trapped in fear, solar plexus chakra, confidence, ആൻഡ് മെൻ്റൽ കോൺഫ്ലിക്റ്റ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നല്ലോണം കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ, നിങ്ങളെ ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതവർ ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ, ഒന്ന് അവരുടെ തന്നെ ഇൻസെക്യൂരിറ്റി ആവാം. ഓക്കെ, അവർക്ക് തന്നെ ലൈക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അവരുടെ ലൈഫിൽ ആരെ വേണം എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചില കൺഫ്യൂഷൻസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഫാമിലി സമ്മതിക്കുമോ എന്നുള്ളതായിരിക്കാം, ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഫാമിലി അങ്ങനെ മാരീഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നത്. ഇവിടെ നിങ്ങളോട് പറയുന്നത് മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിലേഷൻഷിപ്പിൽ കുറച്ച് ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവും, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ഓക്കെ, ഇവിടെ മെസ്സേജസ് വരുന്ന കാര്യമാണ് പറയാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സൻ്റെ മെസ്സേജ് വരും എന്ന രീതിയിൽ എടുക്കാം. ലൈറ്റ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് ക്ലിയർ ആവും. നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഐ തിങ്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സാഹചര്യം. ആൻഡ് ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കും എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നടക്കും ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അതിന് നിങ്ങൾ കുറെ കൂടി കോൺഫിഡൻ്റ് ആവണം. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻസ് വരുത്തണം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചേസിങ് പോകരുത്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കണം. എന്നാൽ മാത്രമേ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവുള്ളൂ. ഈ ഫിയർ, ട്രാപ്ഡ് ഇൻ ഫിയർ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. പേഴ്സൻ്റെ മൈൻഡിൽ ചില ഫിയേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയാൽ ഒരു അറ്റാച്ച് ആവാനുള്ള ഒരു പേടിയുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു അല്പം മാറി നിൽക്കുന്നതാണ്. പക്ഷേ മെസ്സേജ് വരുമെന്ന് കാണുന്നുണ്ട്. ഇതും 8 ആണ്, ഇവിടെ 8 ആണ്. സോ ഇതിനെ ഓവർകം ചെയ്ത് അവർ വരും. ഓക്കെ, അതായത് അവരുടെ ഫിയേഴ്സ് അവർ ഓവർകം ചെയ്തിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ വരും എന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പോസിറ്റീവ്നെസ്സും ഇതും കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവരകന്ന് പോവുള്ളൂ. സൂക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. അതിൻ്റെ ആയിരിക്കാം ഫിയേഴ്സ്. ഓക്കെ, അതിൻ്റെ പേടികളൊക്കെ ആയിരിക്കാം. ബട്ട് അവരെല്ലാം വരുന്നുണ്ട്, അവർ മുന്നോട്ട് വരും. ഓക്കെ, കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചർ മുന്നോട്ട് ചില ചേഞ്ചസ് ഉണ്ടാവും. മെസ്സേജസ് വരും, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ബട്ട് യെസ്, നിങ്ങൾ കുറെ കൂടി കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, അവനവനെ സ്നേഹിക്കുക. നിങ്ങളുടെ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, ആ പേഴ്സൺ ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. മേ ബി അവരുടെ സിറ്റുവേഷൻസ് കാരണമായിരിക്കാം അവർ റിലേഷൻ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ പുറത്ത് വന്നത് നിങ്ങൾക്ക് കോൺടാക്ട് വരും പേഴ്സൻ്റെ. ഓക്കെ, ഒരു അകൽച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചിലത് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ചേസ് ചെയ്യാൻ പോവാതിരിക്കുക. ഓക്കെ, പേഴ്സൺ വരുമോ വരില്ലേ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. തേർഡ് പാർട്ടി ചൂസ് ചെയ്യുമോ എന്ന രീതിക്ക് നിങ്ങൾ ഫിയർ ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കും. ഓക്കെ, അത് ഓർമ്മ വയ്ക്കുക നിങ്ങൾ. ഓക്കെ, അതിനിവിടെ നമ്പേഴ്സ് നമുക്ക് 8 വന്നിട്ടുണ്ട്. 19 ആണ്. സോ 10 അല്ലെങ്കിൽ 1 എന്ന് പറയാം. 9 ഉണ്ട്, 16 ഉണ്ട്. സോ 7, 3 and 2. ഓക്കെ, 8, 3, 2, 10, 1, 19, 9, 16, 7. ഓക്കെ, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ആവാം. എനിവേ ഷോർട്ട് അധികം ലോങ് റീഡിങ് ആക്കുന്നില്ല. ഓക്കെ, ചില ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങൾ ചിലത് ഹീൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ മാറാൻ തുടങ്ങാം. ഇവിടെ ഷാഡോ സൈഡ് ഉണ്ടായിരുന്നു. ഞാനിത് നേരത്തെ പറഞ്ഞ മിററിംഗ് എന്ന് കണ്ടില്ലേ നമ്മൾ, അതേ കാര്യമാണ്. മിററിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് അവിടെ പുറത്ത് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്നേഹമാണ്, എന്താ പറയുക, സ്നേഹത്തിന് വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരും ആ സ്നേഹം നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ പേടികൾ എനിവേ മാറ്റി വയ്ക്കുക കുറച്ചൊക്കെ. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.